ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് ഇഡിയുടെ അന്വേഷണം ഇഴയുന്നു എന്നതാണ് പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റവും ഉണ്ടായിരിക്കുന്നു എന്നാണ്. രാഗിൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നുമില്ല. ഇഡിയുടെ അന്വേഷണം ഇഴയുന്നു. ഇതിപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം സത്യത്തിൽ? ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. അതിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന നടപടികൾ ക്രമങ്ങൾ ഇപ്പോഴും പെൻഡിംഗ് ആണ്. മാത്രമല്ല പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അവസ്ഥയടക്കം ഇതിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ SIT കേസിനോടനുബന്ധിച്ച് തന്നെ അന്വേഷണം ഏറ്റെടുത്ത് ആദ്യഘട്ടത്തിൽ ചിലരെ ചോദ്യം ചെയ്തിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം വിളിപ്പിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് ഇതിൽ ഒരു ലാഗ് ഉണ്ടായി. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ EDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഡിംഗ് കേസുകളിൽ ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട ഒരു സമയക്രമം ഉണ്ടായിരുന്നു. അതായത് മാർച്ച് 31-നകമായിരുന്നു ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കിലേക്ക് ED സംഘം കടന്നു. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ള കേസിൽ അല്പം ഡിലേ ഉണ്ടായി. അതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം ഉണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അഹമ്മദാബാദിലേക്ക് മാറിപ്പോയി എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് സ്ഥലം മാറ്റം ഉണ്ടായതോടുകൂടി ഇതിൽ വീണ്ടും ഒരു ഡിലേ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട SIT കേസിലെ അന്വേഷണത്തിന്റെ വൈകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ED കേസിലും അന്വേഷണം ഇപ്പോൾ ഇഴയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാറിനെ വിളിപ്പിച്ചിട്ടില്ല. നേരത്തെ N വാസു ഉൾപ്പെടെയുള്ളവരെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് വീണ്ടും ED കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളെ സമൻ ചെയ്ത് വിളിപ്പിച്ച് സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി ആ സ്റ്റേറ്റ്മെന്റിൽ വിശദമായി തന്നെ പരിശോധിച്ച് ഒരു 4-5 തവണയൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ നീണ്ടുപോകാറുണ്ട്. അത് ഈ പറയുന്ന കരുവന്നൂർ കേസിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ പല തരത്തിൽ പലവട്ടം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ED അത്തരം നടപടികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുക. ഇപ്പോൾ നിലവിൽ ഈ കേസിൽ ഇതുവരെ അറസ്റ്റ് EDയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. മാത്രമല്ല ചോദ്യം ചെയ്യലാണെങ്കിൽ തന്നെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പിന്നീട് രണ്ടാം വട്ട ചോദ്യം ചെയ്യൽ ക്രമങ്ങളിലേക്കും കടന്നിട്ടില്ല. മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്ന ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നതാണ് ED ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി രാഗിൻ.